നമസ്കാരം. 2019 ഓഗസ്റ്റ് 8 സമയം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. ആസാമിലെ തെസ്പൂരിലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ താവളത്തിൽ നിന്ന് ഒരു സുഖോയ് S-30 പറന്നുയരാനായി റെഡിയായി നിൽക്കുകയാണ്. ആ വിമാനത്തിൽ ഇപ്പോ കോക്പിറ്റിൽ 2 ആളുകളുണ്ട്. പുറകിലിരിക്കുന്നത് വിംഗ് കമാൻഡർ പ്രീതം സത്നയാണ്. മുന്നിലുള്ളത് സ്ക്വാഡ്രൺ ലീഡർ ഇഷാൻ മിശ്ര. ഇഷാൻ മിശ്ര ഒരു ട്രെയിനി പൈലറ്റ് കൂടിയാണ്. യഥാർത്ഥത്തിൽ 700-ലധികം മണിക്കൂർ Su-30 പറത്തി പരിചയമുള്ള വ്യക്തി തന്നെയാണ് ഇഷാൻ മിശ്ര. ഇഷാൻ മിശ്രയുടെ പരിശീലന പരിപാടിയിലെ അവസാന ദിവസമാണ് ഓഗസ്റ്റ് 8. അത് കഴിഞ്ഞാൽ ഇഷാൻ മിശ്രയ്ക്ക് സ്ക്വാഡ്രൺ ലീഡർ ശൈലികയോടൊപ്പം ചേരാൻ പറ്റും. സ്ക്വാഡ്രൺ ലീഡർ ശൈലികയും സ്ക്വാഡ്രൺ ലീഡർ ഇഷാൻ മിശ്രയും ഒരുമിച്ച് പഠിച്ചവരാണ്. അവർക്ക് അയാൻ എന്ന പേരുള്ള ഒരു കുഞ്ഞുണ്ട്. അവന് ഇപ്പൊ പ്രായം 2 വയസ്സാണ്. 2 വയസ്സുള്ള അയാനെ ജനിച്ച് കുറച്ച് ദിവസം മാത്രമേ യഥാർത്ഥത്തിൽ ഇഷാൻ മിശ്ര കണ്ടിട്ടുള്ളൂ. മകനെ കാണാനുള്ള ആവേശം ഇഷാൻ മിശ്രയുടെ മുഖത്തുണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ പ്രാവശ്യവും ഭാര്യ ശൈലിക വിളിക്കുന്ന പതിവ് ഇഷാനുണ്ട്. ഇഷാൻ ശൈലികയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ശൈലിക ആ സമയത്ത് ഡ്യൂട്ടിക്ക് പോകാനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ശൈലിക റെഡിയാകണം എന്നുള്ള കാര്യം ഉറപ്പായ ഇഷാൻ ശൈലയുടെ അമ്മയെ വിളിച്ച് അയാൾ പരിശീലന പറക്കലിന് പോകാൻ പോകുന്ന കാര്യം അറിയിച്ചു. ശൈലക ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന് റെഡിയാകുന്ന സമയത്ത് ശൈലകയുടെ അമ്മ ഇഷാൻ വിളിച്ചിരുന്ന കാര്യം അവളെ അറിയിക്കുകയും ചെയ്തു. അവൾ ഉടൻ തന്നെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. സാധാരണഗതിയിൽ അവളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്ന പതിവ് ഇഷാനുണ്ട്. ഇഷാൻ സുഖോയ് S-30യുമായി പരിശീലന പറക്കലിന് പോവുകയാണെന്നുള്ള വിവരം അതിനകത്തുണ്ട്. ആ മെസ്സേജ് കണ്ട ശൈലക അവളുടെ കയ്യിലെ വാച്ചിലെ സമയം നോക്കി. അവൾക്ക് വളരെ വ്യക്തമാണ് എത്ര സമയം ആ പരിശീലന പറക്കൽ ഉണ്ടാകുമെന്ന്. ആ പരിശീലന പറക്കൽ കഴിഞ്ഞ് വിമാനം ലാൻഡ് ചെയ്താലുടൻ വിമാനം ലാൻഡ് ചെയ്ത കാര്യം ഒരു മെസ്സേജിലൂടെ ശൈലകയെ അറിയിക്കുന്ന പദവും ഇഷാൻ മിശ്രയ്ക്കുണ്ട്. ഇഷാൻ മിശ്രയെ പോലുള്ള പൈലറ്റുമാരുടെ ഇത്തരത്തിലുള്ള പറക്കലിനെ നിയന്ത്രിക്കുന്ന കക്ഷിയാണ് ഇപ്പോൾ ഹൽദാരയിൽ വർക്ക് ചെയ്യുന്ന സ്ക്വാഡ്രൺ ലീഡർ ശൈലക. ശൈലക അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയാണ്. ശൈലക അവളുടെ ഡ്യൂട്ടിക്ക് വേണ്ടി റെഡിയായി ഹൽദോര എയർഫോഴ്സിന്റെ ആസ്ഥാനത്തേക്ക് തിരിച്ചു. ഈ സമയത്ത് വിംഗ് കമാൻഡർ പ്രീതം സാന്റയുമായി ഇഷാൻ മിശ്രയുടെ Su-30 തെസ്പൂരിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അന്നേ ദിവസം ആകാശം ഏതാണ്ട് മേഘാവൃതമാണ്. മേഘാവൃതമായ ആകാശം ഉള്ളപ്പോഴും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പരിശീലിക്കേണ്ടത് ഈ പൈലറ്റുമാരുടെ ഒരു ആവശ്യമാണ്. ഇഷാൻ മിശ്രയും അതുപോലെ പ്രീതം സിന്റെയും ഉള്ള വിമാനത്തെ പോലെ തന്നെ വേറെ വിമാനങ്ങൾ ആ സമയത്ത് ആകാശത്തുണ്ട്. തേസ്പൂരിലെ ആ വ്യോമസ്ഥാന താവളത്തിൽ നിന്ന് ഒത്തിരിയേറെ വിമാനങ്ങൾ വൈകുന്നേരത്തെ പരിശീലന പറക്കലിന് ആകാശത്ത് ഉള്ള സമയത്താണ് കിഴക്ക് ഭാഗത്തേക്കായി ഇഷാൻ മിശ്രയുടെ വിമാനം പറന്നു വരുന്നത്. തേസ്പൂരിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് പറന്നു വരുന്ന ആ വിമാനത്തെ വിംഗ് കമാൻഡർ പ്രീതം ആവശ്യപ്പെടുന്ന ശൈലിയിൽ നിയന്ത്രിക്കുകയാണ് ഇഷാൻ മിശ്ര. പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ആകാശത്ത് ഇഷാൻ മിശ്രയ്ക്ക് ചെയ്യേണ്ടതുണ്ട്. അനവധി റൗണ്ടുകൾ അടിക്കുന്നു, തലകുത്തരം അറിയുന്നു, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ചെയ്ത് ആ വിമാനത്തെ പടിഞ്ഞാറോട്ട് കൊണ്ടുവരാൻ ഇഷാൻ മിശ്രയോട് പ്രീതം ആവശ്യപ്പെടുന്നത് ഏകദേശം 8 മണിയായപ്പോഴാണ്. 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോൾ ഇഷാൻ മിശ്രയുടെ ആ Su-30 തേസ്പൂർ വ്യോമസേന താവളത്തിന്റെ മുകളിലെത്തി. അന്നത്തെ അവരുടെ പരിശീലന പറക്കൽ അവസാനിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഒരു ഓവർഷൂട്ട് കൂടി പരിശീലിക്കണം. ഓവർഷൂട്ട് എന്ന് പറയുന്നത് വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലാൻഡ് ചെയ്യാതെ വീണ്ടും പറന്നുവരുന്ന പ്രക്രിയയ്ക്കാണ് ഈ ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ഓവർഷൂട്ട് എല്ലാ പൈലറ്റുമാരും പരിശീലിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ റൺവേയിൽ അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പെട്ടെന്ന് കണ്ടാൽ ആ നിമിഷത്തിൽ വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ അവർ പരിശീലിച്ചിരിക്കണം. കൊമേഴ്സ്യൽ പൈലറ്റ് ആയാലും എയർഫോഴ്സിന്റെ പൈലറ്റ് ആയാലും അക്കാര്യം പരിശീലിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ്. ആ ഓവർഷൂട്ടാണ് ഇവിടെ ഇപ്പോൾ ഇഷാൻ കിഷൻ നടത്താൻ പോകുന്നത്. സമയം അപ്പോ 8 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. ഇഷാൻ കിഷന്റെ ആ Su-30 ആകാശത്ത് അതിവേഗം താഴേക്ക് വരികയാണ്. ആ വിമാനം റൺവേയുടെ തൊട്ടു മുകളിലെത്തി. റൺവേയും ആ വിമാനം തമ്മിൽ ഏകദേശം 4 മീറ്റർ മാത്രം പൊക്കമുള്ളപ്പോഴാണ് 2 തോട്ടിലും പൊക്കി
ഇഷാൻ കിഷൻ ആ വിമാനത്തെ നേരെ മുകളിലേക്ക് എടുക്കുന്നത്. ആ രണ്ട് ത്രോട്ടിലും വലിച്ചു പൊക്കി വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ഇഷാൻ കിഷന് വിമാനത്തിൽ ഒരു അസ്വാഭാവികത പെട്ടെന്ന് ദൃശ്യമായി. സാധാരണഗതിയിൽ വളരെ സ്മൂത്തായിട്ട് മുകളിലേക്ക് ഉയരേണ്ട വിമാനത്തിന് ഉയരാൻ ഒരു മടിയുള്ളത് പോലെയാണ് ആദ്യം ഇഷാൻ കിഷന് ഫീൽ ചെയ്യുന്നത്. ഒരു ഭാരം വിമാനത്തിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്താണ് വലതു ഭാഗത്തുള്ള ഓയിലിന്റെ ഇൻഡിക്കേറ്റർ ഇഷാന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഇൻഡിക്കേറ്റർ ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇഷാൻ കണ്ടത്. ആ ഓയിൽ പ്രഷർ കാണിക്കുന്ന ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന അതേ നിമിഷത്തിൽ തന്നെ വിമാനം റൺവേയിൽ നിന്ന് എത്ര പൊക്കത്തിലാണെന്നും കണ്ടു. ജസ്റ്റ് 200 മീറ്റർ ഉയരത്തിൽ വിമാനം എത്തിയിട്ടേ ഉള്ളൂ. തികച്ചും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇതാ ഇഷാൻ മിശ്രയുടെ ആ വിമാനം കടക്കുകയാണ്. അതിശക്തമായ ആ സുഹോയ് SU-30യുടെ എഞ്ചിനുകളിൽ നിന്ന് ആ വിമാനത്തിന് ആവശ്യമായ പവർ ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഇഷാൻ മിശ്ര ആ നിമിഷത്തിൽ തന്നെ വിമാനത്തിന്റെ കൺട്രോൾ പുറകിലിരിക്കുന്ന വിംഗ് കമാൻഡർ പ്രീതം സാന്റയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പോ വിംഗ് കമാൻഡർ പ്രീതം സാന്റയ്ക്കും സ്ക്വാഡ്രൺ ലീഡർ ഇഷാൻ മിശ്രയ്ക്കും ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ വിമാനം പറക്കുന്ന വേഗത വെച്ച് കണക്കൂട്ടിയാൽ കൃത്യം 18 സെക്കൻഡ് ആകുമ്പോൾ അവരുടെ വിമാനം എവിടെയെങ്കിലും ഇടിച്ചിറങ്ങിയിട്ടുണ്ടാവും. കൺട്രോൾ കിട്ടിയ വിംഗ് കമാൻഡർ ആ നിമിഷത്തിൽ തന്നെ ഗ്രൗണ്ട് കൺട്രോളിലേക്ക് വിളിച്ച് വിമാനത്തിന്റെ അവസ്ഥ വേഗത്തിൽ പറയുകയും ചെയ്തു. സുഹോയ് S-30 എന്നുള്ള അവരുടെ ആ വിമാനം ഇപ്പോ ഏത് കണ്ടീഷനിലാണെന്നുള്ള കാര്യം വിംഗ് കമാൻഡർ പ്രീതം സാന്റ താഴെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഷാൻ മിശ്ര ആ വിമാനത്തിന്റെ കോമ്പാക്ട് മോഡ് ആക്ടിവേറ്റ് ചെയ്തു. കോമ്പാക്ട് മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കുറച്ചുകൂടി പവർ കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇപ്പോ ഇഷാൻ മിശ്രയും അതുപോലെ പ്രീതം സാന്റയും എത്തിയിരിക്കുന്നത് ഒരു വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവരുടെ വിമാനം വളരെ സ്ലോ ആയിട്ടാണ് പറക്കുന്നത്. ആ സമയത്ത് കോമ്പാക്ട് മോഡ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ വിമാനത്തെ അവർ നോസ് ഡൗൺ ചെയ്യിക്കണം. തല കുത്തിന് താഴോട്ട് വന്നാൽ മാത്രമേ ആ വിമാനത്തിന് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു പവർ കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്ന ഹൈറ്റിൽ ആ വിമാനം നോസ് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അവരുടെ വിമാനം തറയിൽ ഇടിച്ചു വീഴുന്നതാണ്. ശരിക്കും നല്ല ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വിമാനം നോസ് ഡൗൺ ചെയ്ത് ഒരു വേഗത ഉണ്ടാക്കി തിരിച്ചു കയറാറുണ്ട്. പക്ഷെ ഇവിടെ ആ നോസ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് രണ്ട് പൈലറ്റുമാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഈ സമയത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്. നേരത്തെ ഓവർഷൂട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി വിമാനം ലാൻഡിംഗ് ഗിയറില താഴേക്ക് വന്നത്. ആ സമയത്ത് വിമാനത്തിന്റെ ആ വീലുകൾ പുറത്തേക്ക് വന്നിരുന്നു. ആ വീലുകൾ മുകളിലേക്ക് പറക്കുമ്പോൾ വിമാനത്തിനകത്തേക്ക് കയറേണ്ടതാണ്. പക്ഷെ അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ആ വീലുകൾ വിമാനത്തെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ആ വീലുകൾ പുറത്തിരിക്കുന്നത് കൊണ്ട് വിമാനത്തിന്റെ വേഗത കുറയുകയാണെന്ന് അർത്ഥം. ഈ സമയത്താണ് സ്ക്വാഡ്രൺ ലീഡർ ഇഷാൻ മിശ്രയും അദ്ദേഹത്തിന്റെ വിംഗ് കമാൻഡർ പ്രീതം സാന്റയും ഒരു കാര്യം ഞെട്ടലോട് തിരിച്ചറിയുന്നത്. അവരുടെ ആ ഡബിൾ എഞ്ചിൻ വിമാനത്തിന്റെ റൈറ്റ് എഞ്ചിൻ പൂർണ്ണമായും സ്റ്റോപ്പായി. ശരിക്കും രാത്രിയിൽ നടക്കുന്ന എക്സസൈസിലാണ് ഇഷാനും അയാളുടെ വിംഗ് കമാൻഡറും ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് താഴെയുള്ള ആകെ വെട്ടമെന്ന് പറയുന്നത് ഒരു ചെറു ഗ്രാമത്തിലെ ലൈറ്റുകളിൽ നിന്നുള്ള പ്രകാശമാണ്. ആകാശം ഏതാണ്ട് മേഘാവൃതമായതുകൊണ്ട് ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ ഒരു പ്രകാശവും അവിടെ ഇല്ല. കുറ്റാക്കൂരിട്ട് ആണെന്ന് പറയാം. ശരിക്കും ആ ഇരുട്ടത്ത് ഗ്രൗണ്ടിൽ നിന്ന് അവർ എത്രത്തോളം മുകളിലാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നത് അവരുടെ ആ ഇൻഡിക്കേറ്ററിൽ കാണുന്ന സൂചനകൾ വഴിയാണ്. ആ സമയത്ത് ഗ്രൗണ്ടിന്റെ സമീപത്തുള്ള മരങ്ങളോ കെട്ടിടങ്ങളോ പോലും അവർക്ക് ദൃശ്യമല്ല എന്നതാണ് സത്യം. ഈ സമയത്ത് പെട്ടെന്ന് വിംഗ് കമാൻഡർ ഇഷനോട് പറഞ്ഞു, ഇഷ റീഹീറ്റ് എൻഗേജ് ചെയ്യും. എഞ്ചിനുകളുമായി കണക്ട് ചെയ്തുള്ള അഡീഷണൽ ബർണറുകൾ കത്തിച്ച് കുറെ കൂടി പവർ എഞ്ചിനിലേക്ക് കൊടുക്കുന്ന പ്രക്രിയയ്ക്കാണ് എൻഗേജ് റീഹീറ്റ് എന്ന് പറയുന്നത്. വളരെ വളരെ അപൂർവ അവസരങ്ങളിലാണ് അത്തരത്തിൽ ഒരു ആക്ടിവിറ്റി സാധാരണ പൈലറ്റുമാർ ചെയ്യാറുള്ളത്. അത് ചെയ്യാനാണ് വിംഗ് കമാൻഡർ ഇഷാൻ മിശ്രയോട് ആവശ്യപ്പെട്ടത്. റീഹീറ്റ് എൻഗേജ് ചെയ്യുമ്പോൾ എഞ്ചിന് കുറെ കൂടി പവർ ലഭിക്കും. ആ പവറിൽ വിമാനത്തിന് കുറെ കൂടി മുകളിലേക്ക് പറന്നു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിംഗ് കമാൻഡർ പ്രീതം അത് ചെയ്യാൻ ഇഷാൻ മിശ്രയോട് പറഞ്ഞത്. ആ നിമിഷത്തിൽ ഇഷാൻ മിശ്രയ്ക്ക് ഒരു കാര്യം വളരെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായി. ഇനി അയാളുടെ മുന്നിലുള്ളത് വെറും 12 സെക്കൻഡാണ്.
ആ 12 സെക്കൻഡിനുള്ളിൽ വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഉത്തരവും ആ നിമിഷത്തിൽ തന്നെ ഇഷാന്റെ മനസ്സിൽ പതിക്കുകയാണ്. വിമാനത്തിൽ റീഹീറ്റ് എൻഗേജ് ചെയ്യിച്ച് കുറച്ചുകൂടി ത്രസ്റ്റ് കൊടുത്ത് വിമാനത്തെ മുകളിലേക്ക് പറത്താൻ ഒരു ശ്രമം നടത്തി വിമാനത്തെ രക്ഷിക്കണമോ, വിമാനത്തിൽ നിന്ന് എജക്റ്റ് ചെയ്ത് രക്ഷപ്പെടണമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആ നിമിഷത്തിലാണ് ഇഷാൻ മിശ്രയുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ക്ലാരിറ്റി ഇഷാന്റെ മനസ്സിലേക്ക് വന്നതും ഇഷാൻ ഇടത് കൈകൊണ്ട് മുകളിലത്തെ ആ കാനോപ്പിയിൽ മേൽക്കൂരയെ പിടിച്ചു. അതിനുശേഷം വലത് കൈകൊണ്ട് പുറകിലത്തെ സീറ്റിന്റെ എജക്ഷൻ ബട്ടൺ വലിച്ചു. ആ നിമിഷത്തിൽ തൊട്ടുപുറകിലുള്ള വിംഗ് കമാൻഡർ പ്രീതം സാൻഡെ ഇരിക്കുന്ന ഭാഗത്തെ കാനോപ്പി ഒരു എക്സ്പ്ലോഷനോടുകൂടി തെറിക്കുകയും അതിനോടൊപ്പം അദ്ദേഹം വരുന്ന സീറ്റ് എജക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ശരിക്കും ആ സീറ്റിനടിയിൽ ചില റോക്കറ്റ് സംവിധാനങ്ങളുണ്ട്. ആ റോക്കറ്റാണ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ആ റോക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ത്രസ്റ്റ് ഉണ്ടായി. ആ ത്രസ്റ്റിൽ ആ സീറ്റിലിരിക്കുന്ന വിംഗ് കമാൻഡർ പ്രീതം സാൻഡെ ഉൾപ്പെടെ ആകാശത്തേക്ക് അങ്ങ് പൊങ്ങി ഉയരുകയാണ്. ഈ സമയത്തും ബാക്കി ഭാഗവുമായി ഇഷാൻ മിശ്ര മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് ഇഷാൻ മിശ്രയ്ക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാം. തൊട്ടു മുന്നിലെ വില്ലേജിന് നേരെയാണ് ആ SU-30 പറക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അയാളുടെ വിമാനവും തറയും തമ്മിലുള്ള അകലം വെറും 20 മീറ്ററാണ്. ആ നിമിഷത്തിൽ ഇഷാൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ഇടതുവശത്തുള്ള ആ പെഡല് ഒന്ന് ശക്തമായി പുഷ് ചെയ്തു. അതിന്റെ ഫലമായി കുത്തറ താഴേക്ക് വരുന്ന വിമാനത്തിന്റെ നോസ് അല്പമെങ്കിലും മുകളിലേക്ക് പോകുമെന്നാണ് ഇഷാന്റെ പ്രതീക്ഷ. ഇഷാൻ ആ വിമാനം മുകളിലേക്ക് പോക്കാൻ ഇടത് കൈകൊണ്ട് ശ്രമിക്കുമ്പോൾ തന്നെ വലത് കൈകൊണ്ട് അയാളുടെ സീറ്റ് എജക്റ്റ് ചെയ്യാനുള്ള ലിവറിൽ വലിച്ചു. ആ സീറ്റിന്റെ അടിയിലുള്ള റോക്കറ്റ് ബൂസ്റ്ററുകൾ ഒരു എക്സ്പ്ലോഷനോടുകൂടി ഇഷാന്റെ ആ സീറ്റിനെ മുകളിലേക്ക് തെറിപ്പിക്കുമ്പോൾ ഇഷാന്റെ ഇടത് കാലിലും ഇടത് റിസ്റ്റിലും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പെയിന് ഇഷാൻ അനുഭവപ്പെട്ടു. ഇഷാൻ ആകാശത്തേക്ക് അങ്ങ് തെറിച്ചു. ആകാശത്തേക്ക് ഒരു വൻ ഫോഴ്സോടുകൂടി തെറിക്കുന്ന ആ സമയത്തും ഇഷാന്റെ മനസ്സിൽ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ആ വിമാനം താഴെയുള്ള വില്ലേജിൽ ഒരു നഷ്ടവും വരുത്തരുത് എന്നാണ് ഇഷാന്റെ പ്രാർത്ഥന. സ്ക്വാഡ്രൺ ലീഡർ ഇഷാനും അതുപോലെ വിംഗ് കമാൻഡർ പ്രീതവും അവരുടെ സീറ്റുകളുമായി ആകാശത്തേക്ക് അങ്ങ് തെറിച്ചപ്പോൾ ആ വിമാനം അതിവേഗതയിൽ തറയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദന കൊണ്ട് പൊളയുന്നതിനിടയിലും ഇഷൻ അതിനിടയിൽ ആ കാഴ്ച കണ്ടു. അവൻ പറത്തിയ ആ സുഹോയ് S-30 ആ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 30 മീറ്റർ മാറി ഒരു മുളം കാടിനകത്തേക്ക് ഇടിച്ചു കയറി അവിടെ മുഴുവൻ ഉഴുതുമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇഷാൻ കണ്ടത്. ഈ സമയത്താണ് ഇഷാൻ ഒരു ശബ്ദത്തോടുകൂടി താഴെ പതിക്കുന്നത്. ആ വീഴ്ച ഉണ്ടാക്കിയ വേദന ഇഷാന് അനുഭവപ്പെടുന്ന ആ നിമിഷം തന്നെ ഇഷാൻ ഒരു ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ടു. വിമാനം ആ മുളം കാടിനകത്തേക്ക് ഇടിച്ചു കയറിയപ്പോൾ കത്തിപ്പടർന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ് ആ നിമിഷത്തിൽ ഇഷാൻ കേട്ടത്. ഇഷാന്റെ ചുറ്റുമുള്ള സകല കാഴ്ചകളും ഇഷാനിൽ നിന്ന് മറഞ്ഞു തുടങ്ങുന്ന നിമിഷമാണ്. സാധാരണഗതിയിൽ വിമാനത്തിൽ നിന്ന് പൈലറ്റ് എജക്ട് ചെയ്യപ്പെടുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 20 ഇരട്ടി ബലം കൊടുത്തിട്ടാണ്. ആ ബലം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നട്ടലിനെ വരെ പ്രതികൂലമായി ബാധിക്കും. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പെയിൻ ആ സമയത്ത് ആ പൈലറ്റിന് അനുഭവപ്പെടും. ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലാണ് ഫൈറ്റർ പൈലറ്റുകൾ വിമാനത്തെ ഉപേക്ഷിച്ച് എജക്ട് ചെയ്ത് രക്ഷപ്പെടുക. അതിശക്തമായ പെയിനിൽ ഇഷാന്റെ കണ്ണുകൾ അടയും അതേസമയത്ത് തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തീ പടർന്നു പിടിക്കുന്നത് ഇഷാനെ കാണാം. ശരിക്കും ജ്വാലയായിട്ട് എന്തൊക്കെയോ ആകാശത്തിലേക്ക് പറന്നു പൊങ്ങി പല ഭാഗത്തും വീഴുന്നതിന്റെ ചെറിയ സൂചനകൾ ഇഷാൻ അനുഭവപ്പെടുന്നുണ്ട്. ഇതേ നിമിഷത്തിൽ തന്നെ നേരത്തെ തെറിച്ചു വീണ പൈലറ്റ് വിംഗ് കമാൻഡർ പ്രീതം സാൻഡെയും ആ കാഴ്ച കണ്ടു. അദ്ദേഹത്തിന്റെ വിമാനം അനവധി കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി കത്തുന്ന കാഴ്ച അല്പം ദൂരേക്ക് വീണ പ്രീതം കണ്ടു. പ്രീതം വീണതിൽ നിന്ന് ഏകദേശം ഒരു 15 മീറ്റർ മാറി ഒരു വലിയ തീഗോളം വന്ന് വീണിരുന്നു. പ്രീതത്തിന് തൻ്റെ ജൂനിയറായ സ്ക്വാഡ്രൺ ലീഡർ ഇഷാൻ മിശ്രയ്ക്ക് എന്തു പറ്റി എന്നതിനെക്കുറിച്ച് ആ നിമിഷത്തിൽ ഒരു വിവരവുമില്ല. മുൻഭാഗത്തായി തീ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. ആ തീ ഉള്ള ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടവും ഇരുട്ടാണ്.
ശരിക്കും ആ വിമാനം കത്തിപ്പടരുമ്പോൾ അതിന്റെ ഫ്യൂലൊക്കെ ആ തീ ആളിപ്പടരാൻ ഇടയാക്കുന്നുണ്ട്. ആ തീ ആളിപ്പടർന്നപ്പോൾ തെസ്ഫൂരിന്റെ മുകളിൽ പരിശീലന പറക്കൽ നടത്തുകയായിരുന്ന മറ്റ് SU-30 വിമാനത്തിലെ പൈലറ്റുമാരിൽ ചിലർ ആ കാഴ്ച കണ്ടു. ആ പൈലറ്റുമാർ കൺട്രോൾ ടവറിലേക്ക് വിവരം നൽകുന്ന ആ നിമിഷത്തിൽ വിംഗ് കമാൻഡർ പ്രീതം എങ്ങനെയോ അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ മൊബൈൽ പുറത്തെടുത്തു. ശരിക്കും തറയിൽ ബാക്കടിച്ച് കിടക്കുകയാണ് ഈ സമയത്ത് പ്രീതം. അങ്ങനെ കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും ആ മൊബൈലിലൂടെ പ്രീതം കൺട്രോൾ ടവറിലെ കൺട്രോളിംഗ് ഓഫീസറെ കാര്യം ധരിപ്പിച്ചു. വിമാനം തകർന്നുവെന്നും താൻ സേഫ് ആണെന്നും പക്ഷേ കൂടെയുള്ള സ്ക്വാഡ്രൺ ലീഡർ ഇഷാൻ മിശ്രയുടെ കേസ് എന്തായെന്ന് അറിയില്ലെന്നുള്ള കാര്യം അയാൾ കൺട്രോൾ ടവറിനെ അറിയിച്ചു. തേസ്പൂർ വിമാനത്താവളത്തിലെ ഈ പരിശീലന പറക്കലുകളെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ് ഈ വിമാനം തകർന്നു വരുന്നതിൻ്റെ സമീപത്തുള്ള ഗ്രാമവാസികൾ. അവരുടെ വീടുകൾക്ക് ഏകദേശം 30 മീറ്റർ മാത്രം അകലെയാണ് ആ വിമാനം തകർന്നു വീണത്. ആ നിമിഷത്തിൽ തന്നെ ആ ഗ്രാമവാസികൾ തകർന്നു വീണ ആ വിമാനത്തിന്റെ ഭാഗത്തേക്ക് ഓടി. ഇതേ സമയത്ത് തന്നെ ആകാശത്തുള്ള മറ്റ് SU-30 വിമാനങ്ങളിൽ നിന്ന് വിവരം കിട്ടിയ കൺട്രോൾ ടവർ റെഡിയാകുമ്പോൾ വിംഗ് കമാൻഡർ പ്രീതത്തിന്റെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. ആ 2 മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ അവർ അതിവേഗം ഒരു ടീമുമായി ആ ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങി. ഡോക്ടേഴ്സും ആംബുലൻസുമായി ഒരു വൻ സന്നാഹമാണ് ആ ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഈ സമയത്ത് ഗ്രാമവാസികൾ അതിവേഗം ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടെ ഭാഗത്തേക്ക് ഓടി എത്തുകയാണ്. ഇഷാൻ മിശ്രയുടെ ബോധം ഏതാണ്ട് മറഞ്ഞു തുടങ്ങിയ സമയം. ആ സമയത്ത് ഇഷാൻ മിശ്ര ഒരു വാചകം കേട്ടു. ഏയ്, ഇയാളുടെ ഇടതുകാലം എവിടെ പോയി? ഒരാൾ ഉറക്കെ ചോദിക്കുന്നത് അബോധാവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഇഷാൻ മിശ്ര കൃത്യമായി കേട്ടു. ഇഷാൻ മിശ്രയുടെ കണ്ണുകൾ അടയുകയാണ്. എന്നാലും ബോധം നഷ്ടപ്പെടാതിരിക്കാൻ ഇഷാൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ്. ആ സമയത്ത് വേറൊരാളുടെ ഡയലോഗും ഇഷാൻ കുറേശ്ശെ കേട്ടു. അയ്യോ, ദാ ഇടതുകാൽ ഇവിടെ കിടക്കുകയാണ്. ഗ്രാമവാസികൾ സംസാരിക്കുന്നത് ആസാമീസ് ഭാഷയിലാണ്. 2 കൊല്ലമായി ആസാമിലുള്ള ഇഷാന് അവർ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് ഇഷാന്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞു. ഈ സമയത്ത് ഇഷാൻ മിശ്രയുടെ ഭാര്യ ശൈലജ ഹൽവാരയിലെ വ്യോമസേന താവളത്തിൽ പരിശീലന പറക്കൽ നടത്തുന്ന പൈലറ്റുമാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ 2 സുഹൃത്തുക്കൾ ആ മുറിയിലേക്ക് വന്നു. ശൈലജ, നിനക്ക് പരീക്ഷയല്ലേ, നീ പൊയ്ക്കോ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് ശൈലജയെ ബലമായി അവരവിടെ നിന്ന് എണീപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശൈലജ ആദ്യം നോക്കിയത് അവളുടെ മൊബൈലിലേക്കാണ്. തെസ്പൂരിൽ ഇഷാൻ മിശ്ര അയാളുടെ പരിശീലന പറക്കൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇഷാന്റെ വിമാനം ലാൻഡ് ചെയ്താൽ ഉടൻ ഇഷാൻ സാധാരണഗതിയിൽ ഒരു മെസ്സേജ് അവൾക്ക് അയക്കാറുണ്ട്. ആ മെസ്സേജ് വന്നു എന്നാണ് അവൾ നോക്കിയത്. ഇല്ല, മെസ്സേജ് വന്നിട്ടില്ല. ചിലപ്പോൾ കൂടുതൽ നേരം പറക്കുകയായിരിക്കും. അങ്ങനെ കരുതിക്കൊണ്ട് ശൈലജ നേരെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു. ശൈലജ വീട്ടിലെത്തി വാതിൽ തുറന്ന് അകത്ത് കയറിയതേ ഉള്ളൂ. ആ സമയത്താണ് അവളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ ശബ്ദിച്ചത്. ഇതിപ്പോ ആരാ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നത്? അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ശൈലജ ചെന്ന് ഫോൺ എടുത്തത്. ശൈലജ ഫോൺ എടുത്തതും മറുഭാഗത്തുനിന്ന് മുഴക്കമുള്ള ശബ്ദം. ഞാൻ ക്യാപ്റ്റൻ ബോപ്പണ്ണയാണ്, തേസ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ക്യാപ്റ്റൻ ബോപ്പണ്ണയെ കുറിച്ച് ഇഷാൻ മിശ്ര പറഞ്ഞ് ശൈലജയ്ക്ക് അറിയാം. ജയ്ഹിന്ദ് സാർ, എങ്ങനെയുണ്ട്? ശൈലജ, ഞാൻ സുഖമായിരിക്കുന്നു. ശൈലജയ്ക്ക് എങ്ങനെയുണ്ട്? സാർ, ഞാൻ സുഖമായിരിക്കുന്നു. അങ്ങനെ പറഞ്ഞതും ബോപ്പണ്ണ ശൈലജയോട് പറഞ്ഞു, ശൈലജ, ഇഷാൻ വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്തു. ശൈലജ ഒരു പൈലറ്റാണ്, അവളും സ്ക്വാഡ്രൺ ലീഡറാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളതെന്ന് അത് കേട്ടപ്പോൾ ശൈലജയ്ക്ക് മനസ്സിലായി. ശൈലജ പെട്ടെന്ന് ബോപ്പണ്ണയോട് ചോദിച്ചു, സാർ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഇഷാൻ ഹോസ്പിറ്റലാണ്. ഇഷാന്റെ കമാൻഡിംഗ് ഓഫീസറോട് താങ്ക്സ് പറഞ്ഞിട്ട് ഫോൺ വെച്ച ശൈലജ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതാണ് ശൈലജ ആലോചിക്കുന്നത്. ശൈലജയ്ക്ക് ഈ വിവരം ചില ആളുകളെ അറിയിക്കേണ്ടതുണ്ട്. ഒന്ന് അവളുടെ അമ്മ, മറ്റൊന്ന്
ഇഷാന്റെ അച്ഛനും അമ്മയും പിന്നെ അവളുടെ കുട്ടിയും. ഒരു ഫൈറ്റർ പൈലറ്റ് അയാളുടെ വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഷൈലജയ്ക്ക് നല്ല ധാരണയാണ്. ശരിക്കും ഗുരുതരമായ സാഹചര്യത്തിൽ മാത്രമേ ഒരു ഫൈറ്റർ പൈലറ്റ് വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്യൂ. എജക്ട് ചെയ്യപ്പെട്ട പൈലറ്റ് ഹോസ്പിറ്റലാണ് എന്ന് കേൾക്കുമ്പോൾ എന്തും പ്രതീക്ഷിക്കണം. ഷൈലജ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പുറത്ത് വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ഷൈലജ വീടിന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവളുടെ ആ ഹൽവാര വ്യോമത്താവളത്തിലെ അവളുടെ കമാൻഡിംഗ് ഓഫീസറും അവളുടെ സഹപ്രവർത്തകരും ഒന്നടങ്കം അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒത്തിരി ആളുകളെ പെട്ടെന്ന് വീടിന് മുന്നിൽ കണ്ടപ്പോൾ ഷൈലജ ഒന്ന് പാത്തറി. ഷൈലജ അവരോട് ചോദിച്ചു, ഇഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇഷനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നാൽ അകത്തുള്ള അച്ഛനും അമ്മയും ആകെ സംശയിക്കില്ലേ? അവളുടെ അച്ഛനും അമ്മയും അകത്തുണ്ട്. ഇത്രയും ഓഫീസേഴ്സ് ആ രാത്രിയിൽ അവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയം ഉണ്ടാകും. പ്രായമുള്ള അവർ ആ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഷൈലജയെ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ എത്തിയ അവർക്കും കൂടുതൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഷൈലജ ഉടൻ തന്നെ ഭുവനേശ്വറിലുള്ള അവളുടെ അങ്കിളിനെ വിളിച്ചു. എയർഫോഴ്സിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഷൈലജയുടെ ഫോൺ കിട്ടിയപ്പോൾ തന്നെ പുള്ളി ഷൈലജയോട് പറഞ്ഞു, ഷൈലജ, ഞാൻ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇഷാൻ ഹോസ്പിറ്റലുണ്ട്, നീ ഭയപ്പെടുകയെന്ന് വേണ്ട. പിന്നെ ഞാൻ ഇഷാന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവര് TV വാർത്ത കണ്ടായിരുന്നു. TV-യിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു. തെസ്പൂരിൽ പരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടയിൽ ഒരു SU-30 തകർന്ന് വീണു എന്നുള്ള വാർത്തയാണ് TV-യിൽ എഴുതി കാണിക്കുന്നത്. പരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന പൈലറ്റും അദ്ദേഹത്തിൻ്റെ മേൽ ഓഫീസറും രണ്ടുപേരും വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്തു എന്നും ഫ്ലാഷ് ന്യൂസിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ഏത് വിമാനമാണെന്നോ എജക്ട് ചെയ്യപ്പെട്ട പൈലറ്റ് ആരെന്നോ ഒരു സൂചനയും ആ വാർത്തയിലില്ല. ആ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് അവരുടെ മകൻ ഇഷാനെ കുറിച്ചാണെന്നുള്ള കാര്യം ഇപ്പോഴും ഇഷാന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല. ഹൽവാരയിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിമാനം തകർന്നു വീണ ഭാഗത്തുനിന്ന് ഇഷാൻ മിശ്രയും അതുപോലെ പ്രീതം സാന്ധ്യയും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷാൻ മിശ്രയെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക ബാഗിൽ ഒരു കാര്യം കൂടി എത്തിച്ചിട്ടുണ്ട്. അത് ഇഷാൻ മിശ്രയുടെ ഇടത് കാലാണ്. വിമാനത്തെ അവസാന നിമിഷം ഒന്ന് പൊക്കിക്കാൻ വേണ്ടി ശരിക്കും ഇടത് കൈകൊണ്ട് ആ ലിവർ പിടിച്ച് പൊക്കുന്ന സമയത്താണ് ഇഷാൻ അയാളുടെ ആ സീറ്റ് എജക്റ്റ് ചെയ്യിച്ചത്. ആ നിമിഷത്തിൽ ഇഷാന്റെ കാല് അയാളുടെ ബോഡിയിൽ നിന്ന് അറ്റ് ആ വിമാനത്തിൽ തങ്ങിയിരിക്കുകയായിരുന്നു. ആ വിമാനം അതിവേഗം ആ മുളങ്കാട്ടിലേക്ക് പാഞ്ഞു പോയപ്പോൾ ആ കാല് കോക്പിറ്റിൽ നിന്ന് ഇളകി താഴെ വീണിരുന്നു. ഇഷാൻ വീണിടത്തുനിന്ന് ഒത്തിരി മാറിയാണ് ആ കാല് വീണത്. ആ കാല് ഗ്രാമവാസികൾ കണ്ടപ്പോൾ അവർ പറഞ്ഞ ഡയലോഗാണ് ബോധം പോകുന്നതിന് മുന്നേ ഇഷാൻ ഏതാണ്ട് കുറേശ്ശെ കേട്ടത്. ആ കാല് ഇപ്പോൾ ഇഷാനെ കൊണ്ടുപോകാനായി അവിടെ എത്തിച്ച ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഏകദേശം അർദ്ധരാത്രിയായപ്പോൾ ഇഷാൻ ബോധത്തിലേക്ക് വന്നു. ഇഷാൻ ബോധത്തിലേക്ക് വന്നപ്പോൾ ഇഷാന്റെ തൊട്ടടുത്ത് അയാളുടെ കൂടെ പരിശീലിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അവന്റെ കയ്യിലുള്ള ഫോണിലേക്കാണ് ഇഷാന്റെ കണ്ണുകൾ ആദ്യം ചെല്ലുന്നത്. കണ്ണു തുറന്ന് ഇഷാൻ കാണുന്നത് ആ ഫോണിൽ അവരെ നോക്കി നിൽക്കുന്ന സാക്ഷാൽ ഷൈലജയാണ്. ഷൈലജ വീഡിയോ കോളിലാണ്. ഇഷാൻ ഉണരുന്ന ലക്ഷണം കണ്ടതും ഇഷാന്റെ സുഹൃത്ത് ഷൈലജയെ വീഡിയോ കോളിൽ കണക്ട് ചെയ്തതാണ്. ഷൈലജയെ ഫോണിൽ കണ്ടതും ഇഷാൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചതും ഷൈലജ ഇഷാനോട് പറഞ്ഞു, ഇഷാൻ ഒന്നും പറയണ്ട, തംസപ്പ് കാണിച്ചാൽ മതി. ശരിക്കും അവർ രണ്ടുപേരും ശീലിച്ചിട്ടുള്ളൊരു ശൈലി അതാണ്. സംസാരിക്കാൻ സമയം കിട്ടാത്ത വരുമ്പോൾ തംസ് ഒന്ന് ഉയർത്തി കാണിക്കും. അവര് ഭംഗിയായി ഇരിക്കുന്നുവെന്ന് മറുഭാഗത്തുള്ള ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത്. ഷൈലജ അങ്ങനെ പറഞ്ഞതും ഇഷാൻ ഷൈലജയോട് പറഞ്ഞു, ഷൈലജ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഇഷാൻ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഷൈലജയോട് പറഞ്ഞെങ്കിലും ശരിക്കും അതായിരുന്നില്ല അവസ്ഥ. ഇഷാന്
കഴിഞ്ഞ മണിക്കൂറുകളിൽ 42 കുപ്പി രക്തമാണ് കൊടുത്തത്. ഇഷാന് രക്തം കൊടുക്കാൻ വേണ്ടി ആ എൻറ്റയർ സേനാ വിഭാഗവും അവിടെ എത്തി എന്നുള്ളതാണ് സത്യം. ഇഷൻ നട്ടലിടിച്ച വീണിരിക്കുന്നത്. ഇഷന്റെ ഇടത് കാല് മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഇഷാൻ തമ്പുയർത്തി സാധാരണ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ടല്ലോ, പക്ഷെ ഇപ്പോൾ കൈയൊന്നും ഉയർത്താൻ പറ്റുന്ന സാഹചര്യമല്ല. അതൊക്കെ ബാൻഡേജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ ബാൻഡേജ് ശൈലജ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇഷാൻ യഥാർത്ഥത്തിൽ തംസ് ഉയർത്തി കാണിക്കാത്തത്. തൻ്റെ കൈകൾ ബാൻഡേജ് ഇട്ടിരിക്കുന്ന കാര്യം ഭാര്യ ശൈലജയെ കാണിക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിച്ച ഇഷാൻ മിശ്ര ശൈലജയെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ശൈലജ ഇഷാൻ മിശ്രയോട് സംസാരിക്കുന്ന സമയത്ത് അവൾ യഥാർത്ഥത്തിൽ ഹൽവാര എയർപോർട്ടിൽ അവളുടെ ഫ്ലൈറ്റ് കാത്തു നിൽക്കുകയാണ്. അവൾ ഹൽവാരയിൽ നിന്ന് തെസ്ഫൂരിൽ എത്തുമ്പോൾ അവളെ കാത്ത് എയർഫോഴ്സിലെ അവളുടെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. ആ സഹപ്രവർത്തകർക്കൊപ്പം ഇഷാനുള്ള ഹോസ്പിറ്റലിലേക്ക് ശൈലജ നീങ്ങുമ്പോൾ അവൾ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഭയ്യ ഇഷാൻ എങ്ങനെയുണ്ട്? സ്ക്വാഡ്രൺ ലീഡർ ശൈലജ, ഇഷാന് ഒരു കുഴപ്പമൊന്നുമില്ല, ഹിസ് ഓക്കെ. ശൈലജയ്ക്ക് ശരിക്കും ഇഷാൻ എന്തെങ്കിലും പറ്റുമെന്ന് അറിയണം. അതിനുവേണ്ടി അവൾ വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചെങ്കിലും ആ 2 ഉദ്യോഗസ്ഥരും കൂടുതലൊന്നും ശൈലജയോട് പറഞ്ഞില്ല. ശൈലജ ഏതാണ്ട് ഒരു അരമണിക്കൂറായപ്പോൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ അവൾ ഇഷാന്റെ അടുത്തേക്ക് വന്ന ആ നിമിഷത്തിൽ ഇഷാൻ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. ഇഷാന്റെ അടുത്തേക്ക് അവൾ വരുമ്പോൾ അവളുടെ കണ്ണുകൾ ഇഷാനെ പുതപ്പിച്ചിരിക്കുന്ന ഒരു പുതപ്പിലേക്കാണ് ആദ്യം എത്തിയത്. ഇഷാന്റെ ഇടുപ്പിന് താഴേക്ക് ഒരു ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ആ ഷീറ്റിലേക്ക് വളരെ ആശങ്കയോടുകൂടിയാണ് ശൈലജ ഒന്ന് നോക്കിയത്. ശൈലജ ആ ഷീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ തൊട്ടുപുറകിലെത്തിയ ഡോക്ടർ ശൈലജയുടെ പുറത്തുനിന്ന് തട്ടി. ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യം കാണിച്ചിട്ട് ശൈലജയെ ആ ബെഡിൻ്റെ അടുത്തുനിന്ന് ലേശം മാറ്റി നിർത്തി ഡോക്ടർ ശൈലജയോട് പറഞ്ഞു, മിസ് ശൈലജ പ്ലീസ് കൂൾ ഡൗൺ. ഇഷാന്റെ ലെഫ്റ്റ് കാല് മിസ്സായി. ഇഷാന്റെ ലെഫ്റ്റ് കാല് മിസ്സായി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദ്യം എന്താണ് സംഭവം എന്ന് ശൈലജയ്ക്ക് മനസ്സിലായില്ല. ശൈലജയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടതും ഡോക്ടർ ശൈലജയോട് പറഞ്ഞു, ഇഷാന് ഇപ്പോൾ ഇടത് കാലില്ല. ആ ഉത്തരത്തിൻ്റെ ക്ലാരിറ്റി ശൈലജയിലേക്ക് വരാൻ അല്പം സമയമെടുത്തു. ശരിക്കും അവൾ പതറിപ്പോയൊരു നിമിഷമാണ്. അവളുടെ ഇഷാൻ മിശ്രയുടെ ഇടത് കാല് നഷ്ടമായിരിക്കുന്നുവെന്നാണ് ഡോക്ടർ അവളോട് പറഞ്ഞത്. വിതുമ്പിപ്പോയ ഇഷയോടായി ഡോക്ടർ പറഞ്ഞു, പ്ലീസ് ഇഷാനെ സങ്കടപ്പെടുത്തരുത്. ഇഷാൻ സങ്കടപ്പെട്ടാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ശൈലജ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇഷാന്റെ കാല് ഇപ്പം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളത് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ആശ്വാസകരമായ ഒരു വാർത്ത കൂടി ഡോക്ടർ പങ്കുവച്ചു എന്നർത്ഥം. ഡോക്ടറോട് എന്തു പറയണമെന്നറിയാതെ നിശബ്ദയായി നിന്ന ശൈലജ ഒന്നും മിണ്ടാതെ നടന്ന് ഇഷാന്റെ അടുത്തെത്തി. ഇഷാന്റെ അടുത്ത് ശൈലജ എത്തിയതും ഇഷാന് ശൈലജയുടെ സാന്നിധ്യം മനസ്സിലായി. അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഒരു പുഞ്ചിരിയോട് കൂടി അവൻ ശൈലജയെ നോക്കി. ശൈലജ ഇഷാനെ ഒന്ന് നോക്കി. ഏയ് ശൈലജ, നീ എപ്പോഴാ എത്തിയ? ശരിക്കും സന്തോഷത്തിലാണ് ഇഷാൻ ശൈലജയോട് സംസാരിച്ചു തുടങ്ങിയത്. ശൈലജയും ഇഷാനും തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേരും ബോധപൂർവം ഒരു കാര്യം ഉറപ്പാക്കുകയാണ്. കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാനാണ് രണ്ടുപേരും ശ്രമിക്കുന്നത്. കണ്ണിലേക്ക് നോക്കിപ്പോയാൽ അവർ കരയും. ആ കാര്യം ഇഷാനും അറിയാം, അതുപോലെ ശൈലജയ്ക്കും അറിയാം. ഡോക്ടർ ശൈലജയോട് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇഷാന് അരയ്ക്ക് താഴോട്ട് ഒരു മരവിപ്പ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കാല് നഷ്ടപ്പെട്ട കാര്യം കൃത്യമായി ഇഷാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇഷാനെ തൽക്കാലം കാല് നഷ്ടപ്പെട്ട കാര്യം ബോധ്യപ്പെടുത്തണമെന്നാണ് ശൈലജയോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷാനുമായി സംസാരിച്ചു തുടങ്ങിയ ശൈലജ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാതിരിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. പക്ഷെ അവക്കറിയാം, അവൾ എപ്പോഴെങ്കിലും ഇഷാന്റെ കണ്ണുകളിലേക്ക് നോക്കിപ്പോയാൽ അവൾ ആകെ പതറിപ്പോകുന്നു. ഈ സമയത്ത് ആ ഹോസ്പിറ്റലിലേക്ക് കൽക്കട്ടയിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാർ എത്തിയിരിക്കുകയാണ്. ആ ഡോക്ടർമാരും ഗോഹട്ടിയിൽ നിന്നെത്തിയ ഡോക്ടർമാരും ഒക്കെ വിശദമായ ഒരു ചർച്ച നടത്തുകയാണ്.
ഇഷാനെ ആ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കണോ അതോ മെച്ചപ്പെട്ട സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണോ? അതാണ് ആലോചന. അവസാനം അതിനൊരു തീരുമാനമായി. ഇഷാനെ എയർലിഫ്റ്റ് ചെയ്ത് കൽക്കട്ടയിലെ ആർമിയുടെ ശരിക്കും ആധുനിക സജ്ജീകരണമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമായത്. അങ്ങനെ ഇഷാനെ എയർലിഫ്റ്റ് ചെയ്തു. ഇഷാനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ ഭാര്യ ശൈലജയ്ക്കൊപ്പം ഒരു വലിയ ബാഗിൽ ഐസിട്ട് നിറച്ചിരിക്കുന്ന പെട്ടിയിൽ ഇഷാന്റെ ആ ഇടത് കാലുമുണ്ട്. എല്ലാ സന്നാഹങ്ങളോടുകൂടിയും ആസാമിൽ നിന്ന് ഇഷാനെയും സംഘത്തെയും കൊൽക്കത്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കൊൽക്കത്തയിലെ ആർമിയുടെ ആ സൈനിക ആശുപത്രിയിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ സംഘം തന്നെ അവിടെയുണ്ട്. അവരുടെ കൂട്ടായ ആലോചന ദിവസവും നടക്കുകയാണ്. ഏകദേശം ഒരാഴ്ചയായപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ഇഷാന്റെ ബോഡിയിലേക്ക് ആ മുറിഞ്ഞ കാല് യോജിപ്പിക്കാൻ പറ്റില്ല. യോജിപ്പിക്കാവുന്ന ശൈലിയിലല്ല ഇപ്പോ ആ രണ്ട് ഭാഗങ്ങളും ഉള്ളത്. ശരിക്കും ശൈലജ നടുങ്ങിപ്പോയ നിമിഷമാണ്. ശൈലജയ്ക്ക് ഇഷാൻ ഇതെങ്ങനെ സഹിക്കുമെന്നാണ് അറിയേണ്ടത്. കാല് നഷ്ടപ്പെട്ട കാര്യം ഇതുവരെയും ഇഷാനോട് ബോധിപ്പിച്ചിട്ടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇഷാൻ ബോധം പോകുന്നതിന് മുമ്പ് തന്നെ സ്വന്തം കാല് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞ വ്യക്തിയാണ്. ഇഷാൻ ആ കാര്യം ശൈലജയോട് പറയാൻ മടിക്കുകയാണ്. തൻ്റെ കാല് നഷ്ടപ്പെട്ട കാര്യം ശൈലജ അറിഞ്ഞാൽ അവളാകെ വിഷമിക്കും. അതാണ് ഇഷാന്റെ പ്രശ്നം. ഇഷാനും ശൈലജയും പക്ഷേ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യം പരസ്പരം അറിഞ്ഞുവെന്ന് സമ്മതിക്കാനുള്ള സാഹചര്യമെത്തി. ഇഷാന്റെ കാല് കൂട്ടി യോജിപ്പിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് അവർ രണ്ടുപേരുടെയും സാന്നിധ്യത്തിലാണ്. രണ്ടുപേരും ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇഷാന്റെ ഇടത് കാലിന്റെ ഭാഗത്ത് ഒരു തുണി കൊണ്ട് അങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇഷാന്റെ മകൻ അയാനെ ഇഷാന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ സംഭവം നടന്നിട്ട് ഏകദേശം 10 ദിവസമായി. ഇഷാൻ വളരെ കുഞ്ഞിലെയാണ് അയാനുമായി കൂടുതൽ നേരം കളിച്ചിട്ടുള്ളത്. അതിനുശേഷം വല്ലപ്പോഴും അവധി കിട്ടുമ്പോൾ മാത്രമാണ് അയാനെ കാണാൻ ഒരു അവസരം ഇഷാന് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇതാ 2 വയസ്സുള്ള അയാൻ ഒരു സുന്ദര കുട്ടപ്പനായി ഇഷാന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇഷാന്റെ അടുത്തെത്തിയ അയാൻ ഇഷാനെ തൊട്ടേക്ക് നോക്കുകയാണ്. അച്ഛന് സുഖമില്ലേ? അവന്റെ കുഞ്ഞുവായിൽ അങ്ങനെ ചോദിക്കുകയും ചെയ്തു. കട്ടിലിൽ കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ചോദിച്ച അയാൻ ഇഷാന്റെ പുറത്തൊക്കെ തപ്പി ഇഷാന്റെ ഇടത് കാലിന്റെ ഭാഗത്തെത്തി. ഇടത് കാലിന്റെ ഭാഗത്ത് ആ സമയത്ത് ഒരു തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അവനെ തുണി വേഗം മാറ്റി. തുണി മാറ്റിയപ്പോൾ അവിടെ കാലില്ല. അത് കണ്ടതും അവൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ കാലെവിടെ പോയി? അവൻ്റെ അച്ഛൻ്റെ കാല് നഷ്ടപ്പെട്ടതാണെന്നുള്ള ബോധ്യം അവന് വന്നില്ല എന്നാണ് സത്യം. അത് കേട്ടപ്പോൾ ഇഷാൻ അയാനോട് പറഞ്ഞു, അയാൻ അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അയാന് അവൻ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും കണ്ട് ബോധ്യമായില്ലെങ്കിലും അച്ഛൻ പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ ചോദിക്കാൻ അവൻ തയ്യാറായതുമില്ല. അവൻ ഇഷാന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വന്നു. ശരിക്കും ഇഷാന്റെ നെഞ്ചിൽ പിടിച്ച് മുഖത്ത് പിടിച്ച് അവൻ ആ കിടക്കയിൽ കളിക്കുമ്പോൾ ആ കാഴ്ച കാണുന്ന ഡോക്ടേഴ്സും മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളും ശൈലജയൊക്കെ വല്ലാത്തൊരു ഭയത്തോടെ ഇഷാനെയും അയാനെയും നോക്കുകയാണ്. ഏത് നിമിഷത്തിലാണ് ഇഷാൻ പൊട്ടിക്കരയുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇഷാൻ മാനസികമായി തകർന്നു പോയാൽ ഇനിയുള്ള കാര്യങ്ങൾ അവതാളത്തിലാകും. അങ്ങനെ ഡോക്ടേഴ്സ് ചിന്തിക്കാനുള്ള കാരണം ഇഷാന്റെ വലത് കാല് വല്ലാതെ അസ്വാഭാവികമായി പ്രതികരിച്ചു തുടങ്ങിയതാണ്. ഇഷാന്റെ ഇടത് കാല് മുറിഞ്ഞ ആ ദിവസം തന്നെ വലത് കാലിലും പരിക്ക് പറ്റിയിരുന്നു, പൊള്ളലും പറ്റിയിരുന്നു. ആ വലത് കാലിലെ മുറിവുകൾ ഇപ്പോൾ വല്ലാതെ വ്യാപിക്കുകയാണ്. ആ മുറിവ് പടർന്നു പിടിക്കുകയാണെങ്കിൽ ഇഷാന്റെ വലത് കാല് പൂർണ്ണമായും മുറിക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മുട്ടിന് താഴെ വെച്ച് കാല് മുറിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ പൊന്തി വന്നിരിക്കുകയാണ്. ഇഷാന്റെ ഇടത് കാല് ഏതാണ്ട് പൂർണ്ണമായും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി വലത് കാലൂടെ മുറിക്കണം. അതാണ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇഷാന്റെ ജീവൻ പിടിച്ചു നിർത്താൻ അതല്ലാതെ ഒരു മാർഗവുമില്ല. അതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാനെ അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടെ കൊണ്ടുവന്നത്.
പക്ഷേ അയാന്റെ ആ വരവ് ശരിക്കും ഒരു മാജിക്കൽ ഇഫക്റ്റ് ഇഷാന്ത് ശർമ്മയുടെ ബോഡിയിൽ ഉണ്ടാക്കിയെന്ന് പറയാം. അതുവരെ മരുന്നിനോട് പ്രതികരിക്കാതിരുന്ന ഇഷാന്റെ വലത് കാല് മരുന്നിനോട് ആ ദിവസം മുതൽ പ്രതികരിച്ചു തുടങ്ങി. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിൽ ആ വലത് കാല് വേഗം ഭേദപ്പെട്ടു തുടങ്ങി. അതുവരെ ഉണങ്ങാൻ വിസമ്മതിച്ചിരുന്ന മുറിവുകൾ ഒന്നൊന്നായി ഉണങ്ങി തുടങ്ങിയാണ്. ആശാവഹമായ ഒരു പുരോഗതി ആദ്യമായി ഇഷാന്ത് ശർമ്മയുടെ കാര്യത്തിൽ ഡോക്ടേഴ്സ് കണ്ടത് അപ്പോഴാണ്. ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇഷാന്ത് ശർമ്മയും അതുപോലെ ശൈലികയും ബോധപൂർവ്വം ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ കരയാതിരിക്കാനാണ്. ഇഷാൻ ഈ സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അയാൾക്ക് ഒരാളുടെ സഹായം കൂടിയേ തീരൂ. ശൈലജ അയാൾക്കൊപ്പമുണ്ട്. ശൈലജ അയാളെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നുണ്ട്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാളൊരു ഫൈറ്ററാണ്. ഫൈറ്ററായ ഇഷാന്ത് ശർമ്മയ്ക്ക് ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഒന്ന്, സ്വന്തമായി ബാത്റൂമിൽ പോകാൻ പറ്റണം. അത് മാത്രമാണ് ഇപ്പോൾ ഇഷാന്റെ മനസ്സിലെ ഏക ആഗ്രഹം എന്ന് പറയുന്നത്. ആഴ്ചകൾ പിന്നെയും കടന്നു പോവുകയാണ്. ഇതിനിടയിൽ ഇഷാനൊപ്പം ഉണ്ടായിരുന്ന വിംഗ് കമാൻഡർ തെസ്പൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വേറെ ഗുരുതര പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻറ്റയർ ആർമി ടീമിലെ ആളുകളും പലപ്പോഴായി ഈ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷാനെ കാണാനായി അയാളുടെ സഹപ്രവർത്തകർ വരുമ്പോഴൊക്കെ കൊണ്ടുവരുന്ന പലതും കഴിക്കണമെന്ന് ഇഷാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് അത് കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഇഷാന്റെ കാലിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് അപ്പോഴും ഡോക്ടേഴ്സ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് അവരത് സമ്മതിക്കാതിരുന്നത്. എന്തായാലും മുന്നോട്ട് പോകുന്തോറും ഒരു കാര്യം ഉറപ്പായി, ഇഷാന്റെ ഇടത് കാലിൽ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല, അതുപോലെ വലത് കാലിൽ ഓപ്പറേഷൻ ആവശ്യവുമില്ല. അവസാനം ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇഷാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീൽ ചെയറിലേക്ക് മാറി. വീൽ ചെയറിൽ ഇഷാൻ ഭാര്യ ശൈലജയ്ക്കൊപ്പം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അയാന് അച്ഛനെ കണ്ടപ്പോൾ വല്ലാത്ത കൗതുകം. അച്ഛൻ്റെ ഈ വണ്ടി കൊള്ളാലോ. അവൻ്റെ അച്ഛൻ ഇരിക്കുന്ന ആ വീൽ ചെയർ ഉരുളുന്നത് കാണുമ്പോൾ അയാന് ശരിക്കും വല്ലാത്ത കൗതുകം. ആ വീൽ ചെയറിൽ ഇരുന്ന് മുന്നോട്ട് പോകുന്ന ഇഷാനെ കാണുമ്പോൾ അയാന് ശരിക്കും കൗതുകമുണ്ട്. അവൻ്റെ മുഖത്തും അവൻ്റെ സംഭാഷണങ്ങളിലും ഒക്കെ അത് പ്രതിഫലിക്കുകയാണ്. അച്ഛൻ്റെ ആ വണ്ടി കൊള്ളാം, അതാണ് അവൻ്റെ അഭിപ്രായം. ദിവസങ്ങളും ആഴ്ചകളും പിന്നെയും കടന്നു പോവുകയാണ്. ഇപ്പോ ഇഷാനും ശൈലജയും കൂടി പൂനെയിൽ എത്തിയിരിക്കുകയാണ്. പൂനെയിലെ കൃത്രിമ കാല് നിർമ്മിക്കുന്ന ആർമിയുടെ യൂണിറ്റിലാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. കൃത്രിമ കാലിനെ കുറിച്ച് ഇഷാൻ ബെഡിൽ കിടക്കുന്ന സമയത്ത് ദിവസവും വായിക്കാറുണ്ട്. കൃത്രിമ കാല് ഇതിനു മുമ്പ് വെച്ചു പിടിപ്പിച്ച അനവധി ആളുകളുടെ അനുഭവത്തെക്കുറിച്ചും അവരുടെ ജീവിത വിജയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളും വീഡിയോസൊക്കെ ഇഷാൻ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അമേരിക്കൻ വനിതാ പൈലറ്റിന്റെ വിജയകരമായ ആ ജീവിതവും ഇഷാൻ വായിച്ചു. അവർ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ട് മറിഞ്ഞ് അവരുടെ കാല് മുറിഞ്ഞിരുന്നു. ആ കാലിന് പകരം പിന്നീട് കൃത്രിമ കാല് വെച്ച് പിടിപ്പിച്ച ആ ലേഡി US-ന്റെ ചരക്ക് വിമാനങ്ങൾ പറത്തുന്ന ഒരു പൈലറ്റാണ്. ആ വാർത്ത വല്ലാത്തൊരു സന്തോഷം ഇഷാൻ ഉണ്ടാക്കി. സ്വന്തമായി ബാത്റൂമിൽ പോകാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഇഷാന് കാല് മുറിഞ്ഞ ലേഡി കൃത്രിമ കാല് വെച്ച് പിടിപ്പിച്ച് വിമാനം പറത്തുന്നുള്ള വാർത്ത ഉണ്ടാക്കിയ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അവൻ ആ വാർത്ത വായിച്ചതും ശൈലജയെ അടുത്തേക്ക് വിളിച്ച് അവൻ ആ വാർത്ത കാണിച്ചു. ആ വാർത്തയും ആ വീഡിയോയും ശൈലജയ്ക്കും വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കി. അങ്ങനെയാണ് ശൈലജയും ഇഷാനും കൂടി പൂനെയിലെ ആ കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കുന്ന ആർമിയുടെ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവിടെ അളവുകളെടുത്തു. കൃത്യമായ പരിശോധനകൾക്കൊടുവിൽ അവസാനം ഒരു കൃത്രിമ കാൽ ഇഷാന് വെച്ച് പിടിപ്പിച്ചു. ആ കാല് വച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇഷാനോട് ആ കാല് ഒന്ന് തറയിൽ ചവിട്ടാൻ ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ട ഒരു നിമിഷമുണ്ട്. ഇഷാൻ തൻ്റെ വലത് കാലിൽ ഇപ്പോൾ സകല ശക്തിയും കൊടുത്താണ് നടക്കുന്നത്. ക്രച്ചസ് ഒക്കെ ഉപയോഗിച്ചാണ് ഇഷാന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നടത്തം. ആ ക്രച്ചസിന് പകരം ഇതാ ഒരു കാല് തനിക്ക് താങ്ങായി വരികയാണ്. ഇടത് കാല് ഉറപ്പിച്ചതിന് ശേഷം ആ കാല് തറയിലേക്ക് ചവിട്ടിയ ആ നിമിഷം ഇഷാന്റെ മനസ്സിലൂടെ ശരിക്കും ഒരു വല്ലാത്ത ആവേശം ഇങ്ങനെ കടന്നു വരികയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാല് വെച്ചപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായ ആ സന്തോഷം, അതൊക്കെ അതിന് 1000 മടങ്ങ് ശക്തിയിൽ ഇഷാൻ മിശ്രയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ശരിക്കും അവന് ഇതാ കാലുകൾ
തറയിൽ ചവിട്ടി നിൽക്കാൻ പറ്റുകയാണ്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ കാലുകൾ ചവിട്ടി തറയിൽ നിൽക്കാൻ കഴിയുമെന്ന് കരുതാതിരുന്ന ഇഷാനെ അതൊരു വല്ലാത്ത അവസ്ഥയെ ഫീൽ ചെയ്യുകയാണ്. ഇഷാൻ അപ്പോഴും 2 ക്രച്ചസും വെച്ചിട്ടുണ്ട്. ആ ക്രച്ചസ് ഉപയോഗിക്കുകയും കാലുപയോഗിച്ച് നടക്കുകയും ചെയ്യുന്ന ഇഷാന് അതിൽ പ്രാക്ടീസ് കൊടുക്കാനായി അനവധി ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ലേഡിയെ ഇഷാൻ പരിചയപ്പെടുന്നത്. അവർ ഇതുപോലെ 2 കാലും നഷ്ടപ്പെട്ട വ്യക്തിയാണ്. 2 കാലും നഷ്ടപ്പെട്ട ആ ലേഡി കൃത്രിമ കാലുകളിലൂടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറിയതും പിന്നീട് അവർ ഒരു യോഗ ടീച്ചറായി മാറിയ കഥയാണ് ഇഷാൻ സോഷ്യൽ മാധ്യമത്തിലൂടെ കണ്ടത്. ഇഷാൻ അവരുടെ നമ്പർ സംഘടിപ്പിച്ചു, അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു. അവരോട് ഇഷാൻ സംസാരിച്ചപ്പോൾ ആ ലേഡി ഇഷാനോട് പറഞ്ഞു, ഇഷാൻ ടേക്ക് ഇറ്റ് ഈസി, ഇതൊക്കെ ജീവിതത്തിലെ ഒരു ഫേസുകളല്ലേ, നമുക്ക് അങ്ങനെ ഒരു കാല് നഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പൊ ഇഷാന് ഒരു കൃത്രിമ കാലുണ്ട്. ആ കാല് ഇഷാന്റെ സ്വന്തം കാലാണെന്ന് കരുതിക്കോ. അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടു പോയ കാലിനെ കുറിച്ച് ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഇഷാനെ കുറെ ടിപ്സ് ഒക്കെ കൊടുത്തു. വളരെ എളുപ്പം തന്നെ ആ ലേഡി ഇഷാൻ ഒരു പോസിറ്റീവ് എനർജി ശരിക്കും ചാർത്തി കൊടുക്കുകയായിരുന്നു. ആ ലേഡിയിൽ നിന്ന് കിട്ടിയ പോസിറ്റീവ് എനർജി ഇഷാൻ ശരിക്കും ഒരു ഉണർവുണ്ടാക്കി. ആ ദിവസം ഇഷാൻ ആദ്യമായി ഇഷാന്റെ ക്രച്ചസുകൾ ഉപേക്ഷിച്ച് പതുക്കെ ഒരു സ്റ്റെപ്പ് വെച്ചു. നേരത്തെ ക്രച്ചസുകളും ആ കാലും 2 ഇഷാന് വേണമായിരുന്നു. ആദ്യമായിട്ട് ക്രച്ചസ് ഇല്ലാതെ നടന്ന ആ ദിവസം ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശൈലജ. അവളുടെ ഭർത്താവ് ഇതാ 2 കാലിൽ നടന്ന് അവളുടെ നേരെ വരികയാണ്. സാധാരണഗതിയിൽ അവർ 2 പേരും പാലിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരെ കാണാനായി ആളുകൾ വരുമ്പോഴും അതുപോലെ അയാൻ കൂടെ ഉള്ളപ്പോഴും അവർ 2 പേരും കരയത്തേയില്ല. എന്നാൽ ആരുമില്ലാത്ത സമയത്ത് അവർ 2 പേരും നിശബ്ദരായി കരയുമായിരുന്നു. ശരിക്കും ഇഷാന്റെ ആ നഷ്ടപ്പെട്ടു പോയ കാല് ഇഷാന് ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് മറ്റാരെക്കാളും നന്നായിട്ട് ശൈലജയ്ക്ക് അറിയാം. ശൈലജയും ഇഷാനൊപ്പം നിശബ്ദമായി കരയുമായിരുന്നു. ഇപ്പൊ ആദ്യമായി ശൈലജ വീണ്ടും കരയുകയാണ്. ആ കരച്ചിൽ സന്തോഷം കൊണ്ടാണ്. ശൈലജ കരയുമ്പോൾ മറുഭാഗത്ത് ഇഷാനും കരയുകയാണ്. 2 പേരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ കരയുമ്പോൾ അത് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമായി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശൈലജയും ഇഷാനും കൂടി ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു കോർട്ട് വന്നു. അവിടെ അവരുടെ മകൻ അയാനും ഉണ്ട്. ഇപ്പോ വർഷം 2022 ആയിരിക്കുകയാണ്. അയാന് ഇപ്പൊ 6 വയസ്സ് പ്രായമുണ്ട്. അവനും ചെറിയ തോതിൽ ബാസ്കറ്റ് ബോൾ കളിക്കും. അച്ഛൻ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് വന്നത് കണ്ടപ്പോൾ അയാന് വല്ലാത്തൊരു കൗതുകം. അയാനോട് ഇഷാൻ പറഞ്ഞു, മോനെ ഞാൻ കൂടി ബാസ്കറ്റ് ബോൾ കളിക്കാം. അവനിപ്പോ കാര്യങ്ങളൊക്കെ അറിയാം. അവന്റെ അച്ഛന്റെ കാല് നഷ്ടപ്പെട്ടു പോയതാണെന്നും അവൻ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനെ അധികം ബുദ്ധിമുട്ടിക്കാതെ അവൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ അച്ഛനൊപ്പം കൂടി. പക്ഷെ കുഞ്ഞല്ലേ, കുറച്ച് കളിച്ച് വന്നപ്പോൾ അവന്റെ ആവേശമൊക്കെ കൂടി. അവന്റെ ഒരു എതിരാളിയോട് കളിക്കുന്ന ശൈലിയിലായി കളി. സ്വാഭാവികമായിട്ടും അച്ഛനും മോനും തമ്മിലുള്ള കളി ശരിക്കും വാശിയുള്ള കളിയായി മാറി. തന്റെ അച്ഛന്റെ കാല് കൃത്രിമ കാലാണെന്നുള്ള കാര്യമൊക്കെ ഇതിനിടയിൽ അയാളെങ്ങ് മറന്നുപോയിരുന്നു. പക്ഷെ ആ കളി 2 പേരും കൂടി ഉത്സാഹിച്ച് കളിക്കുമ്പോൾ ആ കാഴ്ച ശൈലജയിൽ ഉണ്ടാക്കിയ സന്തോഷത്തിന് വാക്കുകളില്ലെന്ന് തന്നെ പറയാം. ഇത്തരം ഒരു കാഴ്ച കാണാൻ തനിക്കൊരു അവസരം ഉണ്ടാകുമോ എന്ന് ശൈലജയ്ക്ക് തികച്ചും സംശയമുണ്ടായിരുന്നു. ഇതുപോലെ അനവധി സന്ദർഭങ്ങളിലൂടെ ശൈലജയുടെയും അതുപോലെ ഇഷാന്റെയും ജീവിതം മുന്നോട്ട് വരികയാണ്. ഇനി ഇഷാന്റെ മുന്നിൽ ആ ഒരൊറ്റ സ്വപ്നമാണുള്ളത്, ഒരിക്കൽ കൂടി കോക്പിറ്റിലേക്ക് കടക്കണം. അങ്ങനെ കോക്പിറ്റിലേക്ക് കടക്കുന്നത് ഒരു ഫൈറ്റർ വിമാനത്തിലായിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇഷാനില്ല. ഇഷാൻ വായിച്ചറിഞ്ഞ കണ്ട കഥകളിലൊക്കെയും ഇതുപോലെ കാല് നഷ്ടപ്പെട്ട പൈലറ്റുമാർ പിൽക്കാലത്ത് ചരക്ക് വിമാനങ്ങളുടെ പൈലറ്റുമാരായ കഥ ഇഷ്ടംപോലെ ഉണ്ട്. തനിക്കും സൈന്യത്തിന്റെ ഭാഗമായ A-32 പോലുള്ള വിമാനം പറത്താനുള്ള അവസരമാണ് ഇപ്പോൾ ഇഷാൻ മിശ്ര ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഈ കഥ പറയുമ്പോഴും ഇഷാൻ നമ്മുടെ എയർഫോഴ്സിന്റെ അവിഭാജ്യ ഘടകമാണ്. പൈലറ്റുമാരുടെ പരിശീലന പറക്കലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ട് ഇപ്പോൾ ഇഷാൻ ഉണ്ട്. പക്ഷേ ഇഷാൻ ഇതുവരെയും കോക്പിറ്റിലേക്ക് കടന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള പെർമിഷൻ ആയിട്ടില്ല. ആ നാളേക്ക് വേണ്ടിയാണ് ഇഷാൻ യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നത്. ശരിക്കും ആവേശകരമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയതാണ് ഇഷാന്റെയും ശൈലജയുടെയും ലൈഫ് എന്ന് പറയുന്നത്. തികച്ചും അസാധ്യമായ ഒരു സ്ഥലത്തു നിന്നാണ് ഇഷാൻ പിടിച്ചു കയറി ഇന്നത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഇഷാന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.